ദേവുവിന്റെ ഉറക്കെയുള്ള ശബ്ദം കേട്ടപ്പോഴാണ് അക്കു നോക്കിയത്. ദേഹം മുഴുവൻ പൊടിയായി നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ കൺട്രോള് പോയി. അയ്യോ വെള്ളപ്പിശാചേ, മൊത്തം വെളുത്തല്ലോ, ലഡു കിട്ടിയോ? അക്കു അവന്റെ വയറും പൊത്തിപ്പിടിച്ച് ചിരിച്ചു. അവന്റെ കൊലച്ചിരി കണ്ട ദേവുവിന് ദേഷ്യം വന്നു. അവൾ അവിടെ നിന്നും ഇറങ്ങി താഴെ വീണ് കിടക്കുന്ന പൊടിയിൽ നിന്ന് കുറച്ച് വാരിയെടുത്ത് അവന്റെ തലയിലൂടെ ഇട്ടു. അവന്റെ ചിരി അപ്പോ നിന്നു. അക്കു അവളെ തറപ്പിച്ചൊന്ന് നോക്കി. കക്ക കക്ക ചിരിക്ക്, എന്തേ ചിരിക്കുന്നില്ലേ? എന്താടി നീ കാണിച്ചേ? അക്കുവും താഴെ കിടന്ന പൊടി അവളുടെ മേലേക്ക് വീണ്ടും ഇട്ടു. ആഹാ, അത്രക്കേ കാണിച്ചു തരാടോ കടുവേട്ട. അവള് തക്കാളി പാത്രത്തിൽ നിന്നും നന്നായി പഴുത്തിരുന്ന തക്കാളി എടുത്ത് അവനെ എറിഞ്ഞു. എടി, നീ എന്നെ എറിഞ്ഞൂല്ലേ? അവൻ ഫ്രിഡ്ജ് തുറന്ന് 2 മുട്ട എടുത്ത് അവളെയും എറിഞ്ഞു. കറക്റ്റ് അവളുടെ മുഖത്ത് തട്ടി പൊട്ടി. കടുവേ! ജാനകി കിച്ചൺ സ്ലാബിൽ പൊട്ടിച്ചു വെച്ചിരുന്ന ഗോതമ്പ് പൊടിയെടുത്ത് അവൾ അവന്റെ തലയിലൂടെ കമഴ്ത്തി. വെള്ളപ്പിശാചേ! അവ അടുപ്പത്തിരുന്ന ചട്ടിയെ കൈ കൊണ്ട് ഉരസി അവളുടെ മുഖത്തേക്ക് തേച്ചു. അയ്യോ, എന്ത് ഭംഗിയാ ഇപ്പൊ കാണാൻ. അക്കു വീണ്ടും ചിരിച്ചു. കാണിച്ചു തരാടോ കടുവേ തന്റെ കോലച്ചിരി. അവള് പാത്രത്തിൽ മാറ്റി വെച്ചിരുന്ന രാവിലത്തെ കഞ്ഞിവെള്ളം എടുത്ത് അവന്റെ തലവഴി കമത്തി. നീ? അക്ക അവളുടെ നേർക്ക് ചീറിക്കൊണ്ട് വന്നു. അവളുടെ മുടി പിടിച്ചു വലിച്ചു. ദേവു എത്തി വലിഞ്ഞ് അവന്റെ മുടി പിടിച്ചു വലിച്ചു. രണ്ടും നല്ല അടിയാണ്. നിലത്ത് ചവിട്ട നല്ല സുഖമായോണ്ട് രണ്ടും വീണു. തറയിൽ വീണെങ്കിലും രണ്ടും പിടിവിട്ടിരുന്നില്ല. ഇതിനിടയ്ക്ക് ദേവു അവന്റെ കയ്യിലൊന്ന് കടിച്ചു. ആ വിടടി പട്ടിക്കുട്ടി, എന്റെ മുടിയൊന്ന് വിടടാ കടുവേട്ടാ, അവളും പറഞ്ഞു. അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ട് തുടങ്ങിയപ്പോഴാണ് ഹാളിലുള്ളവരെല്ലാം കിച്ചണിലേക്ക് പോയത്. അടുക്കളയുടെ കോലവും അക്കുവിന്റെയും ദേവുവിന്റെയും കോലം കണ്ട് അവരെല്ലാം അന്തം വിട്ടു. അയ്യോ, എന്റെ അടുക്കള! ജാനകി നെഞ്ചി കൈവച്ചു. ജാനകിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അക്കുവും ദേവും അടി നിർത്തിയത്. രണ്ടും അവരെ എല്ലാവരെയും നോക്കി. ദേവുവിന്റെ കോലം കണ്ടപ്പോ അവർക്കെല്ലാം ചിരി പൊട്ടിയെങ്കിലും അത് മറച്ചു പിടിച്ച് ഗൗരവത്തോടെ രണ്ടുപേരെയും നോക്കി. എന്താ ഇത് വാവേ? ജയ് അവളെ വിളിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അവൾ ഇടം കണ്ടിട്ട് അക്കുവിനെ നോക്കി. അവനും ആരെയും നോക്കാതെ മുകളിലേക്ക് നോക്കി നിൽക്കുവാണ്. നിങ്ങൾ രണ്ടും കൂടി എന്റെ അടുക്കള യുദ്ധക്കളമാക്കിയോ? ജാനകിയും ഭാനു അവരെ നോക്കി. ദേവു, എന്താ ഇത്? ഭാനു അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. എന്നെ കളിയാക്കിയിട്ടാ കടുവേട്ടനാണ് തുടങ്ങിയത്. അവൾ അവനെ ഒറ്റി. ഇത്ര പോന്നില്ലേ അക്കു? വേണു അവനെ തറപ്പിച്ചു നോക്കി. ഞാനല്ല എടി കള്ളി. അക്കു ദേവുവിനെ നോക്കി പല്ലു കടിച്ചു. നിന്റെ മുഖത്ത് കരിവാരിത്തേച്ചത് ആരാ ദേവു? പൊട്ടി വന്ന ചിരി അടക്കിക്കൊണ്ട് ആര്യ ചോദിച്ചു. അതീ കടുവേ, വാവേ. കണ്ണേട്ടൻ. എന്റെ അക്കോ, നീയാണോ ഒരു കമ്പനി മുഴുവൻ വരച്ച് വരെ നിർത്തുന്നത്? ചെറിയ അവനെ നോക്കി. അക്കു ചെറിയ കളിപ്പിച്ചൊന്ന് നോക്കി. ഒരു സാധനം നശിക്കാൻ ബാക്കിയില്ല, എല്ലാം നശിപ്പിച്ചു. ഭാനുവും ജാനകിയും അക്കുവിനെയും ദേവുവിനെയും നോക്കി കണ്ണുരുട്ടി. എങ്ങനെയാ വാവേ ഇതൊക്കെ പോയത്? അത് ഞാൻ ലഡു എടുക്കാൻ കയറിയതാ. അപ്പൊ കൈ തട്ടി ഇതെന്റെ തലയിൽ വീണു. അപ്പൊ കടുവേട്ട എന്നെ കളിയാക്കി ചിരിച്ചു. എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ കുറച്ച് പൊടിയെടുത്ത് കടുവേട്ടന്റെ തലയിലിട്ടു. അപ്പൊ എന്നെ മുട്ടയെടുത്ത് എറിഞ്ഞു. ഞാൻ തക്കാളി. പിന്നെ ഇങ്ങനെയൊക്കെ ആയി. വേറൊന്നും ചെയ്തില്ല. ദേവ് പറഞ്ഞത് കേട്ടപ്പോ അവരെല്ലാം തലയിൽ കൈവച്ചു. ഇത്ര വളർന്നില്ലേ രണ്ടും? ഇത് ക്ലീൻ ചെയ്യാതെ രണ്ടിനും പച്ചവെള്ളം തരില്ല ഇന്ന്. ഹാനു പറഞ്ഞു. ചൂടുവെള്ളം തന്നാ മതി മമ്മ. ദേവു, ഓക്കെ ഫൈൻ, ഡോണ്ട് ഷൗട്ട്, ക്ലീൻ ചെയ്യാം. ദേവു പറഞ്ഞു. ആര് ചെയ്യും? അക്കു അവളെ നോക്കി. നമ്മളെ രണ്ടും. അയ്യടാ, ഒറ്റയ്ക്കങ്ങ് ചെയ്താ മതി, നീയാണ് തുടങ്ങിയത്. അങ്ങനെ നീ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കണ്ട. രണ്ടുപേരും ഒരുപോലെ കാരണക്കാരാണ്. ഇവിടെ മുഴുവൻ വൃത്തിയാക്കി കുളിച്ചിട്ട് വന്നാ മതി അങ്ങോട്ട്. അവസാന വാക്കെന്നോണം മുത്തശ്ശൻ പറഞ്ഞു. അതെല്ലാവരും അംഗീകരിച്ചു. ദേവും അക്കു അടുക്കള വൃത്തിയാക്കാൻ തുടങ്ങി. കടുവേട്ടാ, അവൾ അവനെ തോണ്ടി. എന്താടി? ഐ, ഇങ്ങനെ അലറാതെ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചതാണ്. ചോദിക്ക്. ശരിക്കും നമ്മൾ എന്തിനാ അടിയിട്ടത്? ആർക്കറിയാം. ഇണ്ടാതെ ഇവിടെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ നോക്ക്. എന്നിട്ട് തേച്ച് വെച്ച് കുളിക്കാൻ നോക്ക്. ആറിയിട്ട് വയ്യ. ഇയാളല്ലേ എന്നെ എറിഞ്ഞത്? പോരാത്തന്നെ മുഖം മുഴുവൻ കരിയും തേച്ചു വെച്ചിട്ട് ഇപ്പൊ നല്ല വെള്ള ചമയുന്നു. എന്റെ പൊന്നു ദേവാ! ആരാടോ തന്റെ പൊന്നു ദേവാ? ഓ നാശം. എന്നാ ജയുടെ പൊന്നു വാവേ. അങ്ങനെ പറ. ഓ, അടുത്ത അടിയുടെ എനിക്ക് താല്പര്യമില്ല. ഇതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നോക്ക്. മനുഷ്യന് ദേഹം മുഴുവൻ ചൊറിഞ്ഞിട്ട് വയ്യ. ആ, രണ്ടും നല്ല ക്ലീനിങ്ങിലാണ്. അവസാനം രണ്ടും കൂടി യുദ്ധക്കളമാക്കിയ അടുക്കളയെ തിരിച്ച് പഴയ പോലെ ആക്കിയെടുത്തപ്പോഴേക്ക് നന്നായി ക്ഷീണിച്ചിരുന്നു. ദേഹം ചൊറിഞ്ഞ് പച്ചമുട്ടയുടെ മണം നല്ല പോലെ മൂക്കിലടിച്ചപ്പോ ദേവ് കുളിക്കാനോടി. അക്കു അവന്റെ റൂമിലേക്ക്. കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും തിരികെ ഹാളിലേക്ക് വന്നു. ഇവിടെ വന്നിരിക്കും രണ്ടാളും. മുത്തശ്ശൻ അവരെ വിളിച്ചു. രണ്ട് നല്ല കുട്ടികളായിട്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നു. ആ, അയ്യോ പിടിവിട്! ദേവ് മുത്തശ്ശന്റെ കൈ കിടന്ന് തുള്ളി. അക്കുവിന് വലിയ ഭാവമാറ്റമൊന്നും ഇല്ലേലും അവനെ മുത്തശ്ശന്റെ കൈ വിടുവിക്കാൻ നോക്കുന്നുണ്ട്. മുത്തശ്ശൻ രണ്ടിന്റെയും ചെവിക്ക് പിടിച്ച് തിരിക്കുകയാണെന്ന് സാരം. ഇനി പറ, എന്തിനാ നിങ്ങൾ അടിയിട്ടത്? അവരുടെ ചെവിയിൽ നിന്ന് പിടിവിട്ട് മുത്തശ്ശൻ ചോദിച്ചു. അറിയില്ല.
ദേവ് കൈമലർത്തി കാണിച്ചു. ഇനി അടിയിടോ നിങ്ങള്? ഉറപ്പില്ല. അവളൊരു കുസൃതിച്ചിരിയോടെയാണ് പറഞ്ഞത്. അപ്പൊ നീ നന്നാവാൻ തീരുമാനിച്ചില്ലെന്ന് സാരം. ജയ് അവളെ നോക്കി ചോദിച്ചപ്പോ അവൾ അതേന്ന് തലയാട്ടി. എന്നാ നീ ഒത്തിരി വാങ്ങി കൂട്ടും. എനിക്കും തോന്നുന്നുണ്ട്. ദേവ് പറഞ്ഞപ്പോ എല്ലാവരും അവളെ നോക്കി തലയെ കൈവച്ചപ്പോ അക്കു അവളെ നോക്കി പല്ലു കടിച്ചു. ദേവു മോളെ, വേണു അവളെ വിളിച്ചു. എന്താ അങ്കിൾ? അവള് വേണുവിനെ നോക്കിയപ്പോ അയാൾ അവളെ കൈ കാണിച്ച് അടുത്തേക്ക് വിളിച്ചു. ദേവ് വേണുവിന്റെ അടുത്ത് ചെന്നിരുന്നു. മോളിപ്പോ MBA കഴിഞ്ഞില്ലേ? ഇനിയൊരു ജോലിയല്ലേ വേണ്ടത്? വേണു ചോദിച്ചപ്പോ അവൾ അതേന്ന് തലയാട്ടി. മോൾ എന്നാ നമ്മുടെ കമ്പനി കയറിക്കോ, ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. വേണു പറഞ്ഞത് കേട്ടപ്പോ ദേവു അയാളെ നോക്കി. അത് ആക്ച്വലി അങ്കിൾ. എന്താ വാവേ, നിനക്ക് ജോലി വേണ്ടേ? സേതു അവളോട് ചോദിച്ചു. വേണം. അതല്ല പപ്പ, നീ? ജയ് അവളെ നോക്കി പുരികം പൊക്കി. ഓ, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുമോ? അവള് ജയ്യെ നോക്കി കണ്ണുരുട്ടി. ആ പറ. ഞാൻ പാരീസിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ദേവു, വാവേ. അവരെല്ലാം ഒരുമിച്ച് അവളെ വിളിച്ചു. എല്ലാവരും അന്തം വിട്ട് അവളെ നോക്കി. നീ എന്തിനാ ഇനിയും പോകുന്നത്? നമ്മളെല്ലാം അവസാനിപ്പിച്ച് ഇവിടെ സെറ്റിലാവാൻ വന്നതല്ലേ? മാനു അവളോട് ചോദിച്ചു. ആ, ഐ നോ, ബട്ട് നോ ബട്ട്സ്. ജയ് അവളോട് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഇച്ച പ്ലീസ് ലെറ്റ് മീ ഫിനിഷ് മൈ വേർഡ്സ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് പാരീസിലെ നമ്പർ 1 കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്തിരുന്നു. അവിടെ ജോലി കിട്ടുക എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഡ്രീമാണ്. 1 ഇയർ ട്രെയിനിങ്, പിന്നെ അവര് ഇംപ്രസ് ആയ അവിടെ തന്നെ പെർമനന്റ് ജോബ്. സോ ഞാനും നൽകിയിരുന്നു. ഇപ്പൊ അവിടെ നിന്ന് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്, സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോണം. അവിടെ ജോലി ചെയ്യുക എന്നത് എന്റെ ഡ്രീമാണ്. പറ്റില്ല, നീ എങ്ങോട്ടും പോകില്ല, ജയ് പറഞ്ഞു. ഇച്ച പ്ലീസ്. ഇല്ല വാവേ, അങ്ങനെ വീണ്ടും തിരിച്ചു പോവാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇനിയുള്ള കാലം ഇവിടെ ഇവരോടൊപ്പം നിൽക്കാനാണ്. ബട്ട് ഇച്ച, ദിസ് ഇസ് മൈ ഡ്രീം. എന്തൊക്കെ പറഞ്ഞാലും സമ്മതിക്കില്ല. അതിന് ഞാൻ ഇന്നോ നാളെയോ പോകണം എന്നല്ല പറഞ്ഞത്. ടൈമുണ്ട്. ആഫ്റ്റർ 10 months അവര് തന്നെ ടിക്കറ്റ് അയച്ചു തരും. അപ്പൊ പോയാൽ മതി. ടൈമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പപ്പ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നും മിണ്ടാതിരിക്കുന്ന സേതുവിനെ നോക്കി ജയ് ചോദിച്ചു. വാവേ, ഇച്ചയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും അമ്മയ്ക്കും. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. പപ്പ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇന്ന് തന്നെ പോകണം എന്നല്ല. 1 year അടുപ്പിച്ച് ഞാൻ ഇവിടെ ഉണ്ട്. പോകാൻ ടൈം ആവുമ്പോ എന്നെ വിട്ടാ മതി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. വേറെ ആരും ഒന്നും മിണ്ടുന്നില്ല. അവർക്കെല്ലാം ദേവ് തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞതിന്റെ സങ്കടാണ്. അവള് പോകുകയാണെന്ന് പറഞ്ഞപ്പോ അക്കുവിനും വല്ലാത്ത വേദന തോന്നി. എന്തൊക്കെ പറഞ്ഞാലും ദേവാഗ്നിക ഇനി പാരീസിലേക്ക് തിരിച്ചു പോവില്ല, ജയ് ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ പോകും. എനിക്കും ഉണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. ഇച്ചയുടെ ആഗ്രഹം പോലെ നല്ലൊരു ഡോക്ടറായി നമ്പർ 1 ഹോസ്പിറ്റൽ വർക്ക് ചെയ്തു. അതുപോലെ എന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അവിടെ തന്നെ വർക്ക് ചെയ്യാനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടെ അപ്ലൈ ചെയ്തതും അവരുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. ആൻഡ് ദിസ് ഈസ് മൈ ഫൈനൽ ഡിസിഷൻ. ഞാൻ പോയിരിക്കും. അത്രയും പറഞ്ഞ് ദേവ് മുകളിലേക്ക് കയറിപ്പോയി. എന്താ സേതു ഇത്? മുത്തശ്ശൻ ചോദിച്ചു. അറിയില്ല അച്ഛാ, അവൾക്ക് ഇവിടെ പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണോ അവള്? ഏയ് അല്ല, അവൾക്ക് അവിടെ തന്നെ ജോലി ചെയ്യണം എന്നുള്ളത് കൊണ്ടാവാം. വാശിയും ദേഷ്യവും കൂടുതലാണ് അവൾക്ക്. പെട്ടെന്നൊന്നും വാശി പിടിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല. പക്ഷെ അതൊക്കെ വന്ന പിന്നെ കൺട്രോൾ ചെയ്യാൻ അവൾക്ക് പാടാണ്. അവള് നമ്മുടെ ദേവോ വാവയോ ആവില്ല. അവള് വെറും അഗ്നിയാവും. അഗ്നിയായാൽ അവൾ അപകടകാരിയാണ്. എന്ത് പറയുമെന്നോ എന്ത് ചെയ്യുമെന്നോ അവൾക്കറിയില്ല. നമുക്ക് പോലും അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സമയമുണ്ടല്ലോ, അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അതല്ല, അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവളെ അവളുടെ ആഗ്രഹത്തിന് വിടേണ്ടി വരും. എപ്പോഴും അവളെ നമ്മുടെ അടുത്ത് നിർത്താൻ പറ്റില്ലല്ലോ. വളർന്ന കുട്ടിയല്ലേ. അവളുടെ ആഗ്രഹങ്ങൾ നേടാൻ അവൾക്കും താല്പര്യം കാണില്ലേ. വരുന്നത് പോലെ നോക്കാം. എന്തായാലും സമയമുണ്ടല്ലോ. സേതു അവിടെ നിന്ന് എണീറ്റ് അവരുടെ മുറിയിലേക്ക് പോയി. ജയ്, ഇനി അവളോട് ഇതേപ്പറ്റിയൊന്നും സംസാരിക്കരുത്, മാനു ജയ്യോട് പറഞ്ഞു. ജയ് ഒന്ന് മൂളുക മാത്രം ചെയ്തു പുറത്തേക്കിറങ്ങി. അവന്റെ പിറകെ അക്കുവും ചെറിയും ചെന്നു. അല്പസമയം കഴിഞ്ഞ് ദേവ് താഴേക്കിറങ്ങി ചെന്നു. ചെറിയ അവന്റെ വീട്ടിലേക്ക് പോയിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി അവരോ അവളോ സംസാരിച്ചില്ല. വാവേ, എന്താ പപ്പ, ഒന്നും കഴിക്കുന്നില്ലേ നീ? എനിക്ക് വിശപ്പില്ല. അതെന്താടി നിനക്ക് വിശപ്പില്ലാത്തെ? അക്കു അങ്ങോട്ട് വന്ന് അവളോട് ചോദിച്ചു. വിശപ്പില്ലാത്തത് കൊണ്ട് ദേവു അവനുള്ള മറുപടി നൽകി. അതെന്താണെന്നാ ചോദിച്ചേ. എന്തിനാ കടുവേട്ട ഇങ്ങനെ അമർന്നത്? ദേ പെണ്ണെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന്. ഞാൻ വിളിക്കും. രണ്ടും പോരു തുടങ്ങിയപ്പോ ജയ് അവർക്കിടയിൽ കയറി നിന്നു. വാവേ, വന്ന് കഴിക്കാൻ നോക്ക്. അക്കു നീയും ഇരിക്ക്. എനിക്ക് വേണ്ട ഇച്ചാ, ദേവു വീണ്ടും പറഞ്ഞു. അതെന്താ നിനക്ക് വേണ്ടാത്തെ? ആഹാ. അക്കു ഇരുന്നിടത്ത് നിന്ന് എണീറ്റ് അവളെ വലിച്ചുകൊണ്ട് വന്ന് കസേരയിലിരുത്തി. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അവള് ദയനീയമായി അവനെ നോക്കി. നിനക്ക് വേണം, നീ കഴിക്കും. നീ ഇത് കഴിച്ചിട്ട് അല്ലിക്ക് ആഭരണം എടുക്കാൻ പോയാ മതി. അതാരാ അല്ലി? കടുവേട്ട? ദേവ് സംശയത്തോടെ അവനെ നോക്കി. നിന്റെ കുഞ്ഞമ്മയുടെ മോള്, മിണ്ടായിരുന്നു കഴിക്കാൻ നോക്കടി. അക്കു അവളെ നോക്കി കണ്ണുരുട്ടി. അവളവനെ നോക്കി ചുണ്ടുകൊട്ടി കുറച്ച് കഴിച്ചെണീറ്റ് പോയി.
ഇവിടെ വന്നിട്ട് ഈ പെണ്ണ് നേരവണ്ണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ സേതുവേട്ടാ. ഭാനു സേതുവിനോട് പറഞ്ഞു. ഫുഡിന്റെ കാര്യത്തിൽ അവൾക്ക് അഡ്ജസ്റ്റ് ആവാൻ സമയം എടുക്കും ഭാനു. നമുക്ക് കുറച്ച് നൂഡിൽസ് പാസ്ത ഒക്കെ വാങ്ങി വെച്ചാലോ? അതല്ലേ അവൾക്ക് ഇഷ്ടം. അത് കഴിക്കുവാണെങ്കിലോ? വേണ്ട, ഇവിടത്തെ ഭക്ഷണം കഴിച്ച് ശീലമാവട്ടെ. എന്നും അവിടത്തെ രീതി തുടർന്നാൻ പറ്റില്ലല്ലോ. അത് നല്ലതല്ല. അതന്നെ ശീലിച്ച പിന്നെ ഇവിടത്തെ ഫുഡിനോട് അവൾക്ക് ഒട്ടും താല്പര്യം കാണില്ല. ഇപ്പൊ കുറച്ച് കഴിച്ചു തുടങ്ങിയില്ലേ, പാതിയെ കഴിച്ചു തുടങ്ങിക്കോളും. ദേവു പോയ വഴിയെ നോക്കി ആ അമ്മ നെടുവീർപ്പിട്ടു. അന്ന് രാത്രി നല്ല മഴയായിരുന്നു. ദേവു അവളുടെ റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് മഴ നന്നായി ആസ്വദിച്ചു. അപ്പോഴാണ് അവൾ നടുമുറ്റത്തിന്റെ കാര്യം ഓർത്തത്. ദേവു പെട്ടെന്ന് മുറിയിൽ നിന്നും ഇറങ്ങി നടുമുറ്റത്തേക്ക് ഓടി. പോകുന്ന പോക്കിൽ പുതച്ചു മുടി കിടന്നുറങ്ങുന്ന ആരെയും വലിച്ചു. ദേവു, എങ്ങോട്ടാ നീ? വാ എന്റെ കൂടെ. എടി, എന്റെ ഉറക്കം പോയിട്ടില്ല, കണ്ണൊന്നും തുറക്കുന്നില്ല. അതൊക്കെ തുറക്കും. ദേവു നടുമുറ്റത്തെത്തി ആരെയും കൂട്ടി മഴയിലേക്ക് ഇറങ്ങി. എടി വൃത്തികെട്ടവളെ, ഞാൻ ഇന്നലെ കുളിച്ചതേ ഉള്ളൂ, എന്നെ നനച്ചില്ലേ നീ? ഞാൻ നാളെ കുളിക്കുമെന്ന് കരുതിയതാണ്. ആര്യ അവളെ നോക്കി പല്ല് കടിച്ചു. ശവം, ഇങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം കണ്ടോട്ടെ നിന്റെ ശരീരം. ആ ചീഞ്ഞ മണമൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ. ദേവു ആര്യം ഇരു കൈയും വിടർത്തി മഴ ആസ്വദിച്ചു. ദേവു കൈ വിടർത്തി കണ്ണടച്ചു നിന്നു. മഴയെ മുഴുവനും അവളുടെ മുഖത്തേക്ക് ആവാഹിച്ചു. അവൾക്കത് പുതിയൊരു അനുഭവമായിരുന്നു. എന്തോ ആവശ്യത്തിന് പുറത്തേക്കിറങ്ങി അക്കു അകത്തേക്ക് കയറിയപ്പോഴാണ് നടുമുറ്റത്ത് നിന്ന് മഴയെ കളിക്കുന്ന ആരെയും ദേവുവിനെയും കണ്ടത്. അവന്റെ കണ്ണുകൾ ഒരു നിമിഷം ദേവുവിൽ തങ്ങി നിന്നു. ഇളം ചിരിയോടെ മഴയെ തന്നിലേക്ക് ആവാഹിക്കുന്ന അവളെ അവൻ ഇമ വെട്ടാതെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് തട്ടിത്തെറിക്കുന്ന മഴത്തുള്ളികളെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു. ബ്യൂട്ടിഫുൾ, അവൻ അറിയാതെ പറഞ്ഞുപോയി. പിന്നീടാണ് അവൻ എന്താണ് പറഞ്ഞതെന്ന് അവൻ ഓർമ്മ വന്നത്. അവൻ തന്നെ അവന്റെ പിൻതലയിൽ പതിയെ തട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ഡി, അക്കു ശബ്ദം ഉയർത്തി അവരെ വിളിച്ചു. അയ്യോ ഏട്ടൻ. ആര്യ അവനെ നോക്കി. മഴയും കൊണ്ട് അസുഖം വരുത്തി വെക്കാനാണോ? കയറിപ്പോടി അകത്തേക്ക്. അക്കു ആര്യയോട് അലറി. ദേവു. ആര്യ ദേവുവിനെ വിളിച്ചു. എവിടെ? അവള് മഴയിൽ ലയിച്ചങ്ങനെ നിൽക്കുവാണ്. ദേവു, എടി ഏട്ടൻ. അവള് വീണ്ടും ദേവുവിനെ തോണ്ടി. നോ മൈൻഡ്, നീ പൊയ്ക്കോ, അവളെ ഞാൻ ഉണർത്തിക്കോളാം. പിന്നെ ജയോട് പറഞ്ഞേക്ക് അവന്റെ പെങ്ങൾ ഇന്നേ വരെ വെള്ളം കാണാത്തവരുടെ കൂടെ മഴയിലാണെന്ന്. ആര്യ വേഗം തലകുലുക്കി മുറിയിലേക്ക് പോയി. നീ എവിടെന്നാ ഈ സമയത്ത് ഇങ്ങനെ നനഞ്ഞു വരുന്നത്? നനഞ്ഞ കോഴിയെപ്പോലെ കയറി വരുന്ന കോഴിയോട്, അല്ല ആര്യയോട് ജയ് ചോദിച്ചു. അത് ഞാനും ദേവും ഒന്ന് നടുമുറ്റത്ത് ഇറങ്ങിയതാണ്. അക്കുവേട്ട ആട്ടി. അവൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, കാര്യം ഉണ്ടായിരുന്നോ? ദേവു കൊണ്ടുപോയതാണ് എന്നെ. എന്നിട്ട് വാവെവിടെ? അത് പറയാനാ ഞാൻ വന്നത്. അവൾ ഇപ്പോഴും മഴയിൽ നിന്നും കയറിയിട്ടില്ല. അക്കുവേട്ട അവളെ വിളിക്കുന്നുണ്ട്. ഏട്ടനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കൂടെ അവൾക്കുള്ളൊരു തോർത്തും. ഈ പെണ്ണ്. ജയ് വേഗം തോർത്തെടുത്ത് താഴേക്ക് പോയി. അവൻ ചെല്ലുമ്പോ അക്കു അവളെ വിളിക്കുന്നതാണ് കണ്ടത്. പെണ്ണാണ് കേട്ട ഭാവം നടിക്കുന്നില്ല. നീ വന്നോ? കണ്ടോ, അവള് കയറുന്നില്ല. ഇങ്ങനെ പോയ വൈകാതെ അവൾക്ക് പനി വരും. അക്കു ജയോട് പറഞ്ഞു. വാവേ, ഇങ്ങ് വാ. ഇച്ച, ഇങ്ങ് വാ, നല്ല രസമുണ്ട്. ഇത്രയ്ക്ക് എൻജോയ് ചെയ്താൽ മതി. ഇങ്ങ് കയറി വാ. ഇച്ച പ്ലീസ്. വരുന്നുണ്ടോ നീ? നല്ല അസുഖം വരുത്തി വെക്കാൻ. ജയ് അവളെ കലിപ്പിച്ച് നോക്കിയപ്പോ അവള് ചുണ്ടു കുറിപ്പിച്ച് കയറി വന്നു. ഓ ഹെർപോട്ട്, ഐ വന കിസ്. അക്കു പതിയെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൻ ഓർമ്മ വന്നത്. അയ്യേ, എന്താക്കു, എന്തൊക്കെയാ നീ ആലോചിച്ചു കൂട്ടുന്നത്? മോശം മോശം. അതോ ആ പിശാചിനെ ഉമ്മ വെക്കാനോ? എന്താക്കു നിനക്ക്? നോ, അവളുടെ പ്രലോഭനങ്ങളിൽ വീഴാൻ പാടില്ല. ആരെങ്കിലും കണ്ട അങ്ങ് മിടിച്ചോണം. എന്റെ പൊന്നു ഹൃദയമേ, ഒന്ന് അടങ്ങിയിരി. തുള്ളി തുള്ളി ഇപ്പൊ പുറത്തേക്ക് വരുമല്ലോ. അക്കു അവന്റെ നെഞ്ചി കൈവച്ച് പിറുപിറുത്തുകൊണ്ടിരുന്നു. കടുവേട്ടാ. ദേവു അവനെ കുലുക്കി വിളിച്ചു. എന്താടി, നിങ്ങൾ എന്താ നാമം ജപിക്കുവാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കുറെ നേരമായി എന്തൊക്കെയോ പിറുപിറുക്കുന്നു. നിനക്ക് തോന്നാണ്. അല്ല, നിന്റെ ഏട്ട എവിടെ? ഇച്ച മുറിയിലേക്ക് പോയി. നീ പോകുന്നില്ലേ? എന്നാ പോ. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ദേവു അവളുടെ മുറിയിലേക്ക് പോയി. അക്കു അവന്റെ മുറിയിലേക്ക്. നന്നായി മഴ പെയ്തത് കൊണ്ട് മുറ്റമൊക്കെ നല്ല പോലെ ചളിയുണ്ട്. ദേവു എണീറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയതും വഴുക്കി വീണു. മമ്മാ. അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് എണീറ്റു. മൂട്ടിലെ ചളി തട്ട കൈ വെച്ചപ്പോ അവളുടെ കൈയിലാകെ ചളിയായി. മമ്മ, പപ്പ, ഇച്ച. അവൾ അവളുടെ രണ്ട് കൈയിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് വിളിച്ചു. അവളുടെ ശബ്ദം കേട്ട് വീട്ടിലുള്ളവരെല്ലാം ഓടി വന്നു. മുറ്റത്ത് നിൽക്കുന്ന അവളെ കണ്ട് അവരെല്ലാം നോക്കി. എന്താടി? ജയ് അവളോട് ചോദിച്ചു. നോക്കിച്ച, ഞാൻ മെൽറ്റ് ആവുന്നു. ദേവു പറഞ്ഞു കേട്ടപ്പോ അവളുടെ കിളിയെല്ലാം പോയി. എന്തോന്ന്? ഞാൻ മെൽറ്റ് ആവുന്നെന്ന്. ലുക്ക്. അവൾ അവളുടെ കൈ കാണിച്ചു കൊടുത്തു. മെൽറ്റാവാൻ നീ എന്താ ചോക്ലേറ്റോ? അക്കു അവളെ കളിയാക്കി. എന്റെ വാവേ, നീ വീണോ ഇവിടെ? സേതു അവളോട് ചോദിച്ചു. ഇവിടെ. എന്റെ പൊന്നെ, അത് ചളിയാണ്, അല്ലാതെ നീ മെൽറ്റായതൊന്നും അല്ല.
ഇങ്ങനെ ഒരു മണ്ടി. ജയ അവളോട് പറഞ്ഞു. ദേവു അവരെല്ലാം നോക്കി ഇളിച്ചു. എന്റെ ദേവു, നീ എന്താ ഇങ്ങനെ? എല്ലാവരും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. അതൊരബദ്ധം. ഉവ്വ, കയ്യിലെ ചളി കണ്ടിട്ട് മെൽറ്റ് ആയതാണെന്ന് പറയുന്നതാണല്ലോ അബദ്ധം. ഇനി പോടി പൊട്ടി. അക്കു അവളെ നോക്കി പുച്ഛം വാരി വിതറി. ദേവുവിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലുള്ള ചളി അവന്റെ മുഖത്തുരസി അകത്തേക്ക് ഓടിപ്പോയി. എടി, പോയി കുളിക്ക് കടുവേട്ടാ. പോകുന്ന പോക്കി അവൾ ഉറക്കെ പറഞ്ഞു. അക്കു തിരിഞ്ഞ് ജയ്യെ നോക്കി. ജയ്യ അവനെ നോക്കി കൈമലർത്തി. ഒക്കെ കണക്കാണ്, ആ പിശാചിനെ എന്റെ കൈ കിട്ടും. അക്കു നല്ലൊരു ചവിട്ട് നാടകം കാഴ്ചവെച്ച് അകത്തേക്ക് പോയി.